എൻ്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഇവർ മുഖം എന്ന് പറയുന്നത് യുവനടിയുടെ പീഡന പരാതിയെ തുടർന്ന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദീഖ് രാജിവെച്ചു. തനിക്കെതിരെ വന്ന ആരോപണത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് രാജിയെന്നും ആരോപണത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും സിദ്ദീഖ് പറഞ്ഞു. ടെലിവിഷൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിലാണ് മോഡൽ കൂടിയായ നടി രേവതി സമ്പത്ത് ആരോപണങ്ങൾ ഉന്നയിച്ചത്. 2016 മകൻ അഭിനയിക്കുന്ന തമിഴ് സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും തുടർന്ന് പീഡിപ്പിക്കുകയുമായിരുന്നു. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചു. എതിർത്തപ്പോൾ അടിക്കുകയും തൊഴിക്കുകയും ചെയ്തു. തുടർന്ന് ബലാത്കാരം ചെയ്തതായാണ് നടിയുടെ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിന്റെ പൂർണ്ണരൂപമാണ് ഈ വീഡിയോ. എന്ന് പറയുന്ന ഒരു മൂവിയുടെ അപ്പം അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിന്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് 20-21 വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ, ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിൻ്റെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരിടത്തും നമ്മൾ ബാക്ക് ഓഫ് ദ വീട്ടിൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷൻ്റെ കാര്യത്തിന് വളരെ പ്രൊഫഷണലായിട്ടൊരു അപ്രോച്ചായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് സംഭവം എന്ന് പറഞ്ഞത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഒരു മൂവി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതൊരു കള്ളമാണ് എന്നുള്ളതാണ് ഒരു അഡൽട്ട് ആയതിനു ശേഷമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാപ്പ്. അപ്പം അങ്ങേര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അയാൾ ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ്. അദ്ദേഹത്തിൻ്റെ സർട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലീക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതുപോലുള്ള വാക്കുകൾ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇതെങ്ങനെയാണ് കൊള്ളുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്താണ് റോ ആയിട്ട് അദ്ദേഹം എന്നോട് പെരുമാറുന്നത് എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്ത ഒരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഇവർ മുഖം എന്ന് പറയുന്നത് അട്ടർ നോൺസെൻസ് ആയിട്ടുള്ളൊരു മുഖമാണ് അയാൾക്കുള്ളത്. അയാൾ ക്രിമിനലിസം അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ 1 ക്രിമിനലാണ്. ഹി ഷുഡ് ആസ്ക് ടു ഹിംസെൽഫ്. ഐ ഹോപ്പ് ദാറ്റ് അയാളുടെ വീട്ടിൽ എന്താണ് മിറർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു നല്ല കണ്ണാടി വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. കാര്യം സ്വന്തമായിട്ട് ഉറപ്പാണ് ഇങ്ങനെയുള്ള ആളുകൾ ഡെയിലി സ്വന്തമായിട്ട് അവരുടെ സെൽഫിനോട് പോലും കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രത്തോളം വേദന തന്ന് ഞാനതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നത് എൻ്റെ സ്വപ്നം, ആ സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട സമയം, ധാരാളം തരത്തിലുള്ള മെൻ്റൽ ഇഷ്യൂസ് അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു.